Jogging operation is also called as starting, stopping, braking, inching. Jogging operation ആണ്. It is an inching process. That is option D, inching. Next, while running the rotor frequency in a three-phase induction motor is equal to rotor frequency in a induction motor നമുക്ക് F dash is equal to SF എന്നാണ് പഠിച്ചേക്കുന്നത്. That is F dash is equal to slip into stator frequency ആണ്. That is option C. Rotor frequency is equal to slip into stator frequency. Next, the rotating magnetic field in a three-phase 6-pole 50 Hz slip ring induction motor will rotate at, that is synchronous speed കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. NS is equal to 120 F by P, that is 120 into 60, 120 F by P, 120 into 50 divided by 6. സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ 1000 RPM കിട്ടും. നെക്സ്റ്റ്, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടർ ഈസ്, സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ എന്ത് ടൈപ്പ് ആയിരിക്കും? ഇലക്ട്രോളിറ്റിക് ആയിരിക്കോ, സെറാമിക് ആയിരിക്കോ, ഓയിൽ ഫിൽഡ് പേപ്പർ കപ്പാസിറ്റർ ആയിരിക്കും? നൺ ഓഫ് ദീസ്. ഓക്കെ, എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇലക്ട്രോലിറ്റിക് ടൈപ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് മോട്ടർ യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ ഈസ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, പെർമനൻറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് പെർമനൻറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. അതിൻ്റെ കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഓപ്പൺ ആക്കുന്നില്ല കപ്പാസിറ്റർ. ദാറ്റ് വിൽ ബി പെർമനൻ്റ്ലി പ്ലേസ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, പെർമനൻറ്റ് കപ്പാസിറ്റർ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടർ ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മോട്ടർ വിൽ ഹാവ് ലോവസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്? ഈ കൂട്ടത്തിൽ ലോവസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ള ഏതാണ്? യൂണിവേഴ്സൽ മോട്ടർ, ഷെയ്ഡഡ് പോൾ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടർ, റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടർ. ഈ കൂട്ടത്തിൽ ലോവസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഷെയ്ഡഡ് പോൾ മോട്ടറിനായിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വെൻ സ്പീഡ് ഓഫ് ഓൾട്ടർനേറ്റർ ഇൻക്രീസസ് ദ ഫ്രീക്വൻസി, സ്പീഡ് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസിയും കൂടും. സ്പീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസിയും കൂടും. ദാറ്റ് ഈസ് വെൻ സ്പീഡ് ഓഫ് ദി ഓൾട്ടർനേറ്റർ ഇൻക്രീസസ് ഫ്രീക്വൻസി ഇൻക്രീസസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ, സാലിയൻ പോൾ ടൈപ്പ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോ പവർ സ്റ്റേഷനിലാണ് യൂസ് ചെയ്യുന്നത്. സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് നല്ല പ്രൊജക്റ്റിംഗ് പോൾസ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോ പവർ സ്റ്റേഷൻസ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി കോമൺ മെത്തേഡ് ഓഫ് കൂളിംഗ് എ പവർ ട്രാൻസ്ഫോമർ? പവർ ട്രാൻസ്ഫോമർ കൂളിങ്ങിന് ഉപയോഗിക്കുന്ന കോമൺ മെത്തേഡാണ് എയർ കൂളിംഗ്, ഓയിൽ കൂളിംഗ്, എയർ ബ്ലാസ്റ്റ് കൂളിംഗ്, നാച്ചുറൽ കൂളിംഗ്. യൂഷ്വൽ കൂളിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഓയിൽ കൂളിംഗ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, iron losses of a transformer are measured by low power factor meter, unity power factor meter, voltmeter, kWh meter. എന്തായാലും ലോസസ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്ററും എനർജി മീറ്റർ യൂസ് ചെയ്ത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും യൂസ് ചെയ്യത്തില്ല. പിന്നെ LPF മീറ്ററാണ്, UPF മീറ്ററാണ്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ലോസ് ആണ്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് വെച്ചാൽ LPF മീറ്റേഴ്സിന് വെച്ചായിരിക്കും. ദാറ്റ് ഈസ് ലോ പവർ ഫാക്ടർ മീറ്റേഴ്സ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, എ ട്രാൻസ്ഫോമർ ഈസ് വർക്കിംഗ് അറ്റ് ഇറ്റ്സ് മാക്സിമം എഫിഷ്യൻസി. Its core loss is 400 watts. Then its copper loss will be, maximum efficiency condition നമുക്കറിയാം core loss is equal to copper loss ആണ്. That is core loss 400 watts ആണെങ്കിൽ copper lossും 400 watts ആയിരിക്കും. That is option B. Next, change in DC excitation of a synchronous motor changes motor speed, applied voltage of the motor, power factor of the motor, all of this. എക്സൈറ്റേഷൻ കൂടുവാണെങ്കിൽ, that is DC excitation of a synchronous motor കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പവർ ഫാക്ടർ ഓഫ് ദി മോട്ടർ മാറും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. എ ചേഞ്ച് ഇൻ DC excitation of synchronous motor changes power factor of the motor. Option C. Next, conduction in a JFET is always by the majority carriers, minority carriers, holes, electron. JFETലെ കണ്ടക്ഷൻ എപ്പോഴും മെജോറിറ്റി കാരിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ഇൻ എൻഹാൻസ്മെൻറ്റ് മോഡ്? UJT, JFET, MOSFET, NPN ട്രാൻസ്മിറ്റ്. എൻഹാൻസ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന MOSFET. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഫോർ HT ഓവർഹെഡ് കണ്ടക്ടർ ഓൺ സ്ട്രെയിറ്റ് റണ്ണിംഗ് പോൾസ്. ഹൈ ടെൻഷൻ ഓവർഹെഡ് കണ്ടക്ടർ സ്ട്രെയിറ്റ് റണ്ണിംഗ് പോൾസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ഏതാണ്? ദാറ്റ് ഈസ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ലൈൻ പോൾസ് ഈസ് കോൾഡ് സാഗ്, സ്പാൻ, സ്പേസിങ്, ഓൾ ഓഫ് ദിസ്. രണ്ട് പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളെന്ന് പറയും സ്പാൻ എന്ന് പറയും. സ്പാൻ എന്ന് പറയുന്നത് ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് പോൾസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഓഫ് ഡ്രൈ സെൽ ഈസ് മേഡ് അപ്പ് ഓഫ്
കോപ്പർ, കാർബൺ, സിങ്ക്, സൾഫർ. പോസിറ്റീവ് ഇലക്ട്രോഡ് ഓഫ് ഡ്രൈ സെൽ എപ്പോഴും കാർബൺ മെറ്റീരിയൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, പെർമിയബിലിറ്റി ഈസ് ദി മെഷർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ, ഫ്ലക്സ് ഓഫ് എ മാഗ്നറ്റ്, conductivity of a substance for magnetic lines of force, the sum of voltage drop across a magnet. Permeability എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫ്ലക്സ് ഫ്ലോ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഫോർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. Conductivity of a substance for magnetic lines of force. Next, moving coil instruments usually have uniform scale throughout the range, congested scale in the beginning, congested scale in the end, none of these. MC meters എപ്പോഴും അതിൻ്റെ സ്കെയിൽ ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, യൂണിഫോം സ്കെയിൽ ത്രൂ ഔട്ട് ദ റേഞ്ച്. നെക്സ്റ്റ്, ദ ടെമ്പറേച്ചർ ലിമിറ്റ് ഓഫ് ക്ലാസ് ഇ ഇൻസുലേഷൻ. ക്ലാസ് ഇയുടെ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെക്ടിഫയർ നൗ എ ഡേയ്സ് ആർ റോട്ടറി കൺവേർട്ടർ, മെർക്കുറി റെക്ടിഫയർ, സോളിഡ് സ്റ്റേറ്റ് ഡയോഡ്സ്, നൺ ഓഫ് ദീസ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെക്ടിഫയേഴ്സ് നമുക്ക് യൂഷ്വലി ഉപയോഗിക്കുന്നതെല്ലാം ഡയോഡ് റെക്ടിഫയേഴ്സ് ആണ്. ദറ്റ് ഈസ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡയോഡ്സ് ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇൻ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ വൈൻഡിങ്സ് ഹാവ് നോ റെസിസ്റ്റൻസ്, കോർ ഹാസ് നോ ലോസസ്, കോർ ഹാസ് ഇൻഫൈനൈറ്റ് പെർമിയബിലിറ്റി. അത് ലോസസ് ഒന്നും ഇല്ലായിരിക്കും അല്ലേ, ഒരു ടൈപ്പ് ലോസസും കാണത്തില്ല, മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും. ഇതെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ദറ്റ് ഈസ് all of the above. Option D. Next, kWh meters can be classified as kWh meter, that is kilowatt hour meter അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റേഴ്സ് എന്ന് പറയുന്നില്ല, എനർജി മീറ്റർ എന്ന് പറയുന്നതെല്ലാം ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഫിക്സഡ് കോയിൽ ഇൻ എ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഈസ് പ്രഷർ കോയിൽ, കറണ്ട് കോയിൽ, പവർ കോയിൽ, ഡൈനാമിക് കോയിൽ. ഫിക്സഡ് കോയിൽ എപ്പോഴും എന്തായിരിക്കും, കറണ്ട് കോയിൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഇൻ MCB overload tripping is executed by magnetic coil, overload coil, bimetallic strip, solenoid. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൽ ഓവർലോഡ് ട്രിപ്പിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, അതിൻ്റെ അകത്തൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ടാവും. ഓവർലോഡ് ലോഡ് കൂടുതലാവുകയാണെങ്കിൽ ഓവർലോഡ് വരുമ്പോൾ സംഭവിക്കും ആ സ്ട്രിപ്പ് ബെൻഡ് ആകുമ്പോൾ സംഭവിക്കും ട്രിപ്പിംഗ് നടക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓവർലോഡ് ട്രിപ്പിംഗ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ എ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. നെക്സ്റ്റ്, when silica gel in breather is saturated with moisture, its color changes from. സിലിക്ക ജെല്ല് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എന്തുവാകും, ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം ബ്ലൂ ടു പിങ്ക്. ഓപ്ഷൻ എ.